ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയും അത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പോൾ ഇവിടെ പറയുന്നത് അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ തീയും ഗന്ധകവും കത്തുന്ന തീപ്പുകയിലിട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ഭീരുക്കളെ എന്തിനാണ് തീപ്പൊയ്യിലിടുന്നത്? ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരെയും പേടിച്ച് ജീവിക്കുന്നവരല്ലേ? അവർ നല്ല മനുഷ്യരല്ലേ? ഇവരെ എന്തിനാണ് രണ്ടാം മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇവർ ആരെയാണ് ഭയപ്പെട്ടത്? എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ലൂക്കോസ് 12:4. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരുമായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എതിർക്രിസ്തുവിൻ ഭയപ്പെട്ട് ആ മുദ്ര ഏറ്റുവാങ്ങി അവരുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി തുനിഞ്ഞാൽ അവരെയാണ് ഇവിടെ രണ്ടാം മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരാണ് ഭീരുക്കൾ. അപ്പോൾ എതിർക്രിസ്തുവിനെ ജയിക്കണം. എങ്ങനെ ജയിക്കണം? വെളിപ്പാട് പുസ്തകം 13 അധ്യായം 7 വാക്യത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിനുമേലും ഭാഷമേലും ജാതികൾ മേൽ അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. മത്തായി സുവിശേഷം 24 അധ്യായം 21 വാക്യം. ലോക ആരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അപ്പോൾ ലോക ആരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തത് ഉപദ്രവം, പീഡനം, സമ്മർദ്ദനം മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടാണ്. 22 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുക, വൃതന്മാർ നിമിത്തമോ ആ നാൾ ചുരുങ്ങും. അതായത് തങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ചെയ്യുവാൻ സാത്താനും ദുഷ്ടന്മാർക്കും സമയമുണ്ടായിരിക്കേയില്ല. തൻ്റെ പ്രത്യേക ജനത്തിനു വേണ്ടി, അതായത് വൃതന്മാർക്കു വേണ്ടി ഭൂമിയിലെ പ്രവൃത്തികളും സമയങ്ങളും നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. ദാനിയേലിന്റെ പുസ്തകം 12 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനവും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ലോകം ഇന്നുവരെയും കണ്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള കഷ്ടങ്ങൾ ഉണ്ടാകും. മത്തായി സുവിശേഷം 24 അധ്യായം വായിക്കുമ്പോൾ, കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ 21 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 29-30 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും യേശു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അന്ത്യകാലത്തെ സംഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് തന്നെ 13 അധ്യായം 9 വാക്യത്തിൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അതായത് 7 വർഷത്തെ പീഡനത്തിൽ എതിർക്രിസ്തുവിനെ കീഴടങ്ങാതെ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അതുപോലെ വെളിപ്പാട് പുസ്തകം 2 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഇവിടെ എന്താണ് പറയുന്നത്? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. നമുക്കറിയാം, നമ്മൾ സ്നാനപ്പെടുമ്പോൾ പറയുന്നൊരു വാക്യമാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും.
പിന്നെ സഭയോട് പറയുന്നത് നമ്മൾ മരണത്തിൽ നിന്നും വെളിയിൽ വന്നവരാണ്. റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മളിവിടെ വായിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാലേ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഇത് 2 കാലഘട്ടമാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക അപ്പോൾ ആർക്കുള്ളതാണ്? വെളിപ്പാട് പുസ്തകത്തിലെ വിശുദ്ധന്മാർക്കാണ്. അല്ലെങ്കിൽ 7 വർഷത്തിലെ മഹാ ഉപദ്രവമുള്ള വിശുദ്ധന്മാർക്കാണ് ഈ കൽപ്പന. അനേകർ ഏറ്റെടുത്ത് ഇത് ചെയ്യുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവനും നെറ്റിയിലും കൈന്മേലും അതിൻ്റെ മുദ്ര കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അതായത് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത് സഭയെങ്കിൽ ഇവിടെ തലഛേദിക്കപ്പെട്ട് കൊലപ്പെടണമോ? ഇല്ല. നമുക്ക് അറിയാം, ഇതിനു മുമ്പേ സഭ ഇവിടെ നിന്നും എടുക്കപ്പെടും. ഇത് ആരാണ്? മഹാ ഉപദ്രവത്തിലുള്ള വിശുദ്ധന്മാരാണ്. ആരാണ് തലഛേദിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്? ഇവിടെ അവിടെ പ്രത്യേകത എന്താണ്? പട്ടിണി, ക്ഷാമം, പീഡനം, 666 മുദ്ര, ഇത് എല്ലാം അതിജീവിച്ച് ഇവിടം വരെ വരികയോ അല്ലെങ്കിൽ തങ്ങളെ കൊന്നാലും മൃഗത്തിൻ്റെയോ കീഴിൽ മുട്ടുമടക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ശദ്രക്കും മേശക്ക് അബേദ്നെഗോവ് അവർ പൂർണ്ണമായിട്ട് ദൈവത്തോട് പറ്റി നിന്നപ്പോൾ അവർ ഈ ബിംബത്തെ വണങ്ങി നമസ്കരിക്കുകയില്ലെന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് മുറുകെ പിടിച്ചതുപോലെ ആ ഒരു സമയത്ത് അവർ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുകയാണ്. അപ്പോൾ ആ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് ഒരു കൂട്ടം ജനത്തെയാണ് ഇവിടെ പറയുന്നത്. ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ തന്നെ ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 28 ഇങ്ങനെ വായിക്കുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടാൽ നിത്യജീവനുണ്ട്. എന്നാൽ എതിർക്രിസ്തുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവർക്ക് 2-ാം മരണം ഉണ്ടായിരിക്കും. അവരെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ആരെ ഭയപ്പെടണമെന്ന് തീരുമാനിക്കാം എന്ന് പറയുകയാണ്. സദൃശവാക്യം 29-ാം അധ്യായം 25-ാം വാക്യത്തിൽ മാനുഷഭയം ഒരു കണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അപ്പോൾ ദൈവത്തെക്കാളും മനുഷ്യഭയം വന്നാൽ അത് ഒരു കെണിയായി മാറും. ഇനി മത്തായിൽ പറയുന്നത് പോലെ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മത്തായി 24:13 ഇങ്ങനെ പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ എന്താണ് സഹിച്ചു നിൽക്കേണ്ടത്? ഇത് ക്രിസ്തുവിൻ്റെ പീഡനങ്ങൾ, കഷ്ടതകൾ സഹിച്ചു നിൽക്കണം. ഇതിനെ യഹൂദന്മാർ ജയിക്കണം. ദാനിയലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അത് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.